താങ്ക് യു ആൾ വൺസ് അഗൈൻ. നമസ്കാരം. IFBHന്റെ 471 ദിന വെബിനാർ ഇവിടെ തുടങ്ങുകയാണ്. ഈ വെബിനാർ തുടങ്ങുന്നതിനും തൊട്ട് മുമ്പായി നമുക്കൊരു മിനിറ്റ് മൗന പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ IFBHലെ തന്നെ മെയിൻ അവതാരകരിൽ ഒരാളായ ഡോക്ടർ ഹിബർട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം വീണ്ടും എത്തുന്നത്. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ച ധമനികളുടെയും ഹൃദയ രോഗ ചികിത്സയ്ക്ക് ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണെന്നുള്ള കാര്യം എങ്ങനെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിൽ പല ആൾക്കാർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയും അതിൽ വരുന്ന മെഡിസിൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ വരെ വളരെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹിബർട്ട്. അദ്ദേഹത്തിന് ഇപ്പം തന്നെ 30-ലധികം വർഷത്തെ പരിചയം ഹോമിയോപ്പതി ചികിത്സാ രംഗത്തുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ എല്ലാ കാര്യങ്ങളും വളരെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. നമുക്ക് IFBHലെ ഒരു വളരെ നെടും തൂണായി തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ മാഗസിൻ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു തത്രപ്പാടിൽ കൂടെയാണ്. അതിനിടയിൽ എല്ലാ ദിവസവും നമ്മുടെ വെബിനാറിൽ മോഡറേറ്റ് ചെയ്യാനും എത്തുന്നുണ്ട്. കൂടാതെ തിരക്കിട്ട ചികിത്സയുടെ ഇടയിലും ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ഡോക്ടർ ഹിബർട്ടിന് വളരെ വേഗത്തിൽ നമ്മളൊരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ അതിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം കാട്ടിയ ആ മികവ് അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. കാരണം ഇത് നാക്കുളുക്കുന്ന കുറേ സബ്ജക്റ്റാണ് അതിനകത്ത് വരുന്നത്. വാക്കുകളെല്ലാം തന്നെ ടെർമിനോളജികളെല്ലാം തന്നെ പറയുന്ന ആൾക്കാരുടെ നാക്ക് വരെ ഉളുക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം വളരെ സിമ്പിളായിട്ട് ഇവിടെ അവതരിപ്പിച്ച് മുന്നേറുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം 4ാം ഭാഗം എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിന്റെ ദൈർഘ്യം എത്ര കണ്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ അറിവ് എത്ര അഗാധമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അധികം ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. ഡോക്ടർ ഹിബർട്ട് ഡി സിൽവയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ 4ാം ഭാഗത്തിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഡോക്ടർ ധനേഷ് വളരെ എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട് പല ഭാഗത്തു നിന്ന്. നമുക്ക് നെറ്റൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ആദ്യം ഇന്ന് ഒരു നിമിഷം നമുക്ക് ഓർഗനോണിലോട്ടൊന്ന് പോകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ സാധാരണയായിട്ട് ഓർഗനോണിലോട്ട് പോയിട്ട് നമുക്ക് ഷെയർ സ്ക്രീനിലോട്ട് പോവാം. സാധാരണ ഹോമിയോ മരുന്നുകൾ എന്താണ്, അലോപ്പതി മരുന്നുകൾ എന്താണ്, മറ്റു മരുന്നുകൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു തീർന്നാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചിരുന്നത്. ഹോമിയോ മരുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് കാണിച്ചിരിക്കുന്നു. അതായത് ഒരു തീപ്പെട്ടി ഉരയ്ക്കുന്നു, ഒരു തീ ഉണ്ടാക്കുന്നു. ആ തീയിൽ നിന്നും അതായത് ഒരു മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. അത് മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ആ തീ മറ്റൊന്നിലോട്ട് പടരുന്നു. അതിനുശേഷം ആ തീ ഒരു വലിയ മെഴുകുതിരി കൂട്ടങ്ങളിലോട്ട് പടർത്തുന്നു. തീ തന്നെയാണ്, ആദ്യത്തെ ഒരു തീപ്പൊരി തന്നെയാണ്. രണ്ടാമത് ഉപയോഗിക്കുന്നു. ആ തീയിൽ നിന്ന് തന്നെയാണ് ഒരു വലിയ തീയിലേക്ക് പോകുന്നുണ്ട്. വലിയൊരു പേപ്പർ ഒരു കൂട്ടം കത്തിച്ച് അതും കത്തുന്നു. ഒരു തീപ്പൊരിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഒരു ചെറിയൊരു നേരിയ തീപ്പൊരിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഹാനിമാൻ ഇതാണ് കണ്ടെത്തിയത്. നമ്മൾ നോക്കി തീർന്നാൽ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് എടുത്തു തീർന്നാൽ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് എടുത്തിട്ട് ഇതിലോട്ട് എങ്ങനെ ന്യൂട്രലായിട്ടുള്ള വെഹിക്കിളോട് ചേർക്കുന്നു. അത് മിക്സ് ചെയ്ത് ഒരു വസ്തു ഉണ്ടാക്കുന്നുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ സൊല്യൂഷനിൽ മൊത്തം അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. എന്നിട്ട് അതിനെ ഇടിക്കുമ്പോൾ അതിന് പവറും ശക്തിയും എല്ലാം കയറി തീർന്നതിന് ശേഷം അത് വേറൊരു മെറ്റീരിയൽ ആയി കഴിഞ്ഞു. ആദ്യത്തെ മെറ്റീരിയൽ അല്ല, രണ്ടാമത്തെ മെറ്റീരിയൽ 1X എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. പിന്നെ അതിൽ നിന്ന് ഒരു തുടി എടുക്കുന്നു, മറ്റൊന്നിലോട്ട് സൊല്യൂഷനാക്കി മാറ്റുന്നു. ആ സൊല്യൂഷനിലെല്ലാം തീ പിടിപ്പിക്കും പോലെയാണ് ഇത്. തീ മൊത്തം പടരും. എത്രത്തോളം ഇന്ധനം ഉണ്ടോ ആ ഇന്ധനം മൊത്തം
തീ പടരും. മറ്റത് ഇന്ധനമാണ്. നമ്മൾ വെഹിക്കിൾ എന്ന് പറയുന്ന സാധനം ഒരു ഇന്ധനമാണ്. ആ ഇന്ധനത്തിലോട്ട് നമ്മൾ തീ പടർത്തുന്നു, അതിന് മൊത്തം പടരുന്നു, പിന്നെ അതിനെ ശക്തീകരിക്കുന്നു. അപ്പൊ അത് മറ്റൊരു വസ്തുവായി മാറുന്നു. പിന്നെ മൂന്നാമത്തെ ലെവലിലെത്തുമ്പോൾ അത് പിന്നെ അതിൽ നിന്ന് എടുക്കുന്നു, വേറൊന്നും ഉണ്ടാക്കുന്നു, അതിനെയും പടർത്തുന്നു, തീ പടർത്തുകയാണ്. അങ്ങനെ ഈ തീ പടർന്ന് പോകും തോറും ഓരോ പുതിയ പുതിയ മെറ്റീരിയലുകളാണ് ഉണ്ടാകുന്നത്. ഒരു ഹോമിയോ മരുന്നിന്റെ 1x പ്രവർത്തനമല്ല, രണ്ടാമത്തെ എക്സിലുള്ള പ്രവർത്തനമല്ല, 30x പ്രവർത്തനമല്ല, 200. അതിങ്ങനെ പടരുകയാണ്. ആ തീ പടർന്ന് പോകുന്നുണ്ട്. നമുക്ക് സാധാരണ ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞതാണ്, നമ്മുടെ കാലിൽ എവിടെയെങ്കിലും ഒരു സൂചി വെച്ച് കുത്തിയാൽ നമ്മൾ ശരീരം മൊത്തം കിടന്ന് നമ്മൾ വെപ്രാളപ്പെടുന്നത് പോലെ ഒരു ഹോമിയോ മരുന്ന് നമ്മുടെ നാവിലേക്ക് വീണ് തീരുമ്പോൾ അതിന്റെ പ്രവർത്തനം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും 1 സെക്കൻഡ് കൊണ്ട് തന്നെ കടന്നു പോകുന്നുണ്ട്. ഇതുകൊണ്ടാണ് പലപ്പോഴും പോയ്സണസ് എഫക്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ പോലും കടന്നു പോകുന്നത്. ഇതിൽ നമ്മൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടു, ഡോക്ടർ ES രാജേന്ദ്രന്റെ ഒക്കെ ഫൈൻഡിങ്സിൽ കണ്ടു, ഇതെല്ലാം നാനോ മെറ്റീരിയൽസ് ആയിട്ട് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെല്ലാം ഹോമിയോ മരുന്ന് എന്ന് പറഞ്ഞാൽ നാനോ പാർട്ടിക്കിൾസ് ആണ്. ഇപ്പൊ അലോപ്പതി മരുന്ന് നമ്മളിപ്പോൾ നോക്കുക, ജസ്റ്റ് അലോപ്പതി മരുന്ന്, അവർക്ക് ഇത്തിരി കാൽസ്യം കൊടുക്കണം. ഒരാളിന് കാൽസ്യം കൊടുത്തു, കാൽസ്യത്തിന്റെ കുറവുണ്ട്, എത്ര വേണം? ഒരു 2 ഇരട്ടി കൊടുക്കും. പിന്നെയും വേണമെങ്കിൽ ഇല്ലാതെ വന്നിരുന്ന എന്ത് ചെയ്യും? ഒരു 4 ഇരട്ടി കൊടുക്കും. ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് വസ്തുവായിരുന്നാലും അതിന്റെ ഫോമിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലുപരിയായിട്ടുള്ളൊരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഹാനിമാന്റെ കണ്ടുപിടുത്തത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊട്ടന്റൈസേഷന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പൊട്ടന്റൈസേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് 3x കൊടുക്കാം, 30x കൊടുക്കാം. അതിന്റെ ഏതെന്തൊക്കെ എത്രയോ ഘട്ടത്തിൽ നമുക്ക് എത്ര അപാരമായിട്ടുള്ള കണ്ടീഷനിലും അത് പോകാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാരണം പറയുന്നു, ഒരു സൾഫർ എന്ന് പറയുന്ന ഒരു വസ്തു എടുത്തു തീർന്നാൽ സൾഫർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു 10 സിംറ്റംസ് സൾഫർ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് വെച്ചോളൂ. രോഗം നമ്മുടെ മുൻപിൽ നമുക്കറിയാം, ഇതിന്റെ സിദ്ധാന്തം ഇതാണ്, രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള കൊടുത്തു തീരുമ്പോൾ അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതാണ് കണ്ടെത്തിയത്. അതായത് ഒരു രോഗലക്ഷണങ്ങൾ കൊടുത്തു തീർന്നാൽ എക്സ്റ്റിങ്ക്വിഷ്. ഇപ്പൊ സൾഫറിന്റെ കൂടെ നമ്മളിപ്പോ സൾഫർ തന്നെ ഇങ്ങനെ കൂടി കൊടുത്തിരുന്നാൽ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള രോഗത്തിനെ പോലും നമുക്ക് എടുത്ത് കളയാനായിട്ട് കഴിയും. ഈ സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓരോ പാർട്ടിക്കിൾസിനും നമ്മൾ ചിന്തിക്കുക, ഭയങ്കരമായിട്ടുള്ള തലവേദന, ഇത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ശരിക്കും ആപ്റ്റായിട്ടുള്ള മെഡിസിൻ കറക്റ്റായിട്ടുള്ള പൊട്ടൻസിയിൽ നമ്മൾ കൊടുത്തിരുന്നാൽ ഒരു ഡോസിൽ തന്നെ ഈ രോഗം മൊത്തം മാറും എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും അതിശക്തമായിട്ടുള്ള കഴിവ്. ആ കഴിവ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മെഡിസിൻ കൈകാര്യം ചെയ്യാനായിട്ട്. ഇവിടെയാണ് പലപ്പോഴും ഹാനിമാന് തന്നെ പേടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ മെഡിസിൻ ഒന്നും കൊടുത്ത് നീ കുളമാക്കല്ലേ എന്ന് ഒരേ സമയത്ത് തന്നെ പല മെഡിസിൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഹാനിമാൻ പറഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് നോട്ട് ടു ഗീവ് മച്ച് മെഡിസിൻസ് എന്ന് പറയാനുള്ള കാരണം ഈ സമ്പത്ത് കൊടുക്കുന്നവരാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ സമ്പത്ത് കൊടുത്തു തന്നാൽ അവന് എങ്ങനെയൊക്കെ വിനിയോഗിക്കും എന്നുള്ള പറയാൻ പറ്റത്തില്ല. അബണ്ടന്റ് ആയിട്ടുള്ള ഈ റിപ്പർട്ടോറിലുള്ള ഈ ആയുധങ്ങൾ നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നതിൽ വളരെ സൂക്ഷ്മത വേണം എന്ന് ഹാനിമാൻ പറഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും പോളിഫാർമസിയോടൊക്കെ ഹാനിമാൻ മാറി നിന്ന് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. നമുക്കിനി ഇതിലോട്ട് കടക്കാം. നമ്മൾ എങ്ങനെയാണ് ഹാർട്ടിനെ കുറിച്ച് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഒന്ന് ഷെയർ സ്ക്രീൻ പറ്റുമല്ലോ? വന്നോ? വന്നല്ല. അപ്പൊ നമ്മൾ ആദ്യം ഹാർട്ടും ബ്ലഡ് വെസൽസും ഒക്കെയാണ് തുടങ്ങിയത്. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ മാറി നമ്മൾ ഹൃദയത്തിന്റെ കടന്നിരിക്കുന്ന സാധാരണ ഒരു ചൊല്ലുണ്ട്, ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പാർട്ടാണ്. ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഹൃദയത്തിനകത്ത് മോശപ്പെട്ടതാണോ ഉള്ളതെങ്കിൽ വരുന്നതെല്ലാം മോശപ്പെട്ടതായിരിക്കും. ഹൃദയത്തിനകത്ത് നല്ലതാണുള്ളതെങ്കിൽ എല്ലാം നല്ലതായിരിക്കും. എങ്ങനെ ഇരുന്നാലും നമ്മളിൽ നിന്ന് നല്ലത് പുറപ്പെടും. നമ്മൾ ഏകദേശം ഇന്ന് ഹാർട്ട് ആൻഡ് സർജറി
നമ്മൾ ഇന്നലെ ഇതൊക്കെ തുടങ്ങി. ഏതുവരെ തുടങ്ങി? നമ്മൾ ഹാർട്ട് ഡിസീസസിൽ നമ്മൾ 2 കൺജനിറ്റൽ ഡിസീസസിനെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് തുടങ്ങി. ഇന്ന് നമ്മൾ ഹാർട്ട് ആൻഡ് മൈൻഡ് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടും. What is the relationship between mind and heart? A person's mind, heart and body are all interconnected and interdependent in what can be termed the mind-heart-body connection. Research has clearly demonstrated that negative psychological factors, personality traits, and mental health disorders can negatively impact cardiovascular health. സാധാരണ പറയുകയാണ്, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. നമ്മൾ മാനസികമായിട്ട് ശരിയല്ലാത്ത കാര്യങ്ങൾ, കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു തീർന്നാൽ ഹൃദയത്തിൻ്റെ ശക്തി വളരെയേറെ നശിച്ചു പോകും. നമ്മളിപ്പോൾ കാണുന്നുണ്ട്, സാധാരണയായിട്ട് കാണുന്നുണ്ട്, ഈ ബെറൈറ്റ കാർബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ബെറൈറ്റ കാർബിന് ഒരു പ്രത്യേകത ഉണ്ട്. അസുഖത്തെക്കുറിച്ച് ചിന്തിക്കും തോറും രോഗം കൂടിക്കൊണ്ടേയിരിക്കും. നോക്കണേ, വേറെ ഏതെങ്കിലും മരുന്നിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ബെറൈറ്റ കാർബിനുള്ളൊരു പ്രത്യേകതയാണ്. മരുന്നിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ കാണാം അതിൻ്റെ അസുഖത്തെക്കുറിച്ച് ചിന്തിക്കും തോറും, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും തോറും അസുഖം കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ബെറൈറ്റ കാർബ് കൊടുത്തു തീർന്നാൽ അസുഖം മാറും. ഇനി അടുത്തൊരു കാര്യം നോക്കുക. ഡസ് ദ മൈൻഡ് ആൻഡ് ഹാർട്ട് വർക്ക് ടുഗദർ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൃദയം എന്ന് പറഞ്ഞിട്ടുമ്പോൾ നമുക്ക് 2 ഹൃദയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അതിനെ സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളിലുള്ള, ഇപ്പൊ നമുക്ക് ഡോക്ടർ മനോജുണ്ട്. ഡോക്ടർ മനോജിന്റെ ഹൃദയത്തെക്കുറിച്ച് അദ്ദേഹം നല്ല ഹൃദയശുദ്ധിയുള്ള ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു തന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ മസിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല. അതിലുപരിയായിട്ട് എന്തോ ഒരു കണക്ഷന് നമ്മുടെ ഹൃദയവും നമ്മളുമായിട്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അത് നമുക്ക് പറയാനായിട്ട്, നമുക്ക് അനുഭവിക്കാനായി നമുക്ക് അത് സാധിക്കാൻ പറ്റത്തുള്ളൂ. ഈ സാധാരണയായിട്ട് നമ്മൾ കാണാറുണ്ട് 2 രീതിയിലാണ് ഈ ആൾക്കാർ. ഞാൻ നോക്കിയിട്ടുണ്ട്, ഹൈന്ദവരൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഒന്ന് മുകളിലോട്ട് കൈ തലയിൽ വെക്കും, ഒന്ന് ഹൃദയത്തിലോട്ട് വെക്കും. അതായത് മനസ്സും ഹൃദയം. ക്രിസ്ത്യാനികൾ കൈ വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഒന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് 3 സ്ഥലത്താണ് വെക്കുക, 4 സ്ഥലത്തോട്ടാണ് വെക്കുന്നത്. ഇതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ഹൃദയത്തിനും മനസ്സിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഹെഡ് എന്ന് പറഞ്ഞു തന്നാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം പിതാവ്, പുത്രൻ എന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ സാധാരണ ജീസസ് എന്ന് പറയും, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങൾ 2. ഈ ഞാൻ നോക്കിയിട്ട് ഈ 3 കുറിച്ച് സീരിയസ് ആയിട്ട് പഠിച്ചു തന്നാലാണ് ആത്മീയത ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ബ്രെയിനിനെ കുറിച്ച് പഠിക്കും തോറും നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹൃദയ ചംക്രമണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ബ്ലഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കും തോറും ഡീറ്റെയിൽ ആയിട്ട് ആത്മീയതയിലോട്ട് വന്നത്. മറ്റേ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് 2 ലങ്സിനെ കുറിച്ച്, വിശുദ്ധിയെ കുറിച്ചുള്ളതാണ്. വിശുദ്ധീകരിക്കുക, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശ്വാസകോശത്തിനെയും ബ്ലഡിനെയും വിശുദ്ധീകരിക്കുക എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനിലോട്ട് നമ്മൾ പോകുന്ന സമയത്താണ് ഈ 3 സിസ്റ്റം നമ്മൾ സ്ട്രോങ് ആകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ബ്രെയിനും ഹാർട്ടും ലങ്സും സ്ട്രോങ് ആകുമ്പോഴാണ് ആ മനുഷ്യൻ സ്ട്രോങ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തളർന്നു തീർന്നാൽ മറ്റ് 2 എണ്ണത്തിനെ എഫക്റ്റ് ചെയ്യും. കാലക്രമത്തിൽ അദ്ദേഹം വലിയൊരു രോഗിയായിട്ട് മാറുകയും ചെയ്യും. ഈ 3 തരത്തിലും 3 മേഖലയിലും ഒരു മനുഷ്യൻ രോഗം ആയിത്തീർന്നാൽ അദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് കഴിയത്തില്ല. അത് നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, സോറ, സിഫിലിസ്, സൈക്കോസിസ്. ഈ ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, സോറയായിട്ട് ജനിച്ചു, സിഫിലിസ് ആയിട്ട് സിഫിലിസ് ആയിട്ട് സൈക്കോട്ടിക് ആയിട്ട് മരിച്ചു എന്നുള്ള ഈ 3 കണക്കാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സോറയും സിഫിലിസ് സൈക്കോട്ടിക്കും ആയിട്ടുള്ള രീതിയിൽ മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നു എന്നുള്ള. നമുക്കിനി ഹൃദയത്തിലോട്ട് പോവാം. Does the heart control the mind? നമ്മുടെ ഹൃദയം മനസ്സിനെ ബാധിക്കുന്നുണ്ട്. Your heart actually sends far more signals to your brain. നമ്മുടെ ഹൃദയം ഒരുപാട് സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലോട്ട് കടത്തിവിടുന്നുണ്ട്. Then your brain sent to your heart.
തലച്ചോറിൽ നിന്ന് ധാരാളം സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലോട്ടും വരുന്നുണ്ട്. Moreover, research shows that messages the heart sends the brain can also affect performance. The heart communicates with the brain and body in 4 ways. Neurological communication. Neurological communication. Just a minute. സാധാരണയായിട്ട് ന്യൂറോളജിക്കൽ കമ്മ്യൂണിക്കേഷൻസ് നോക്കട്ടെ, ഒരു സെക്കൻഡ്. Then your heart, moreover, the heart sends the brain can also affect performance. The heart communicates with the brain and body in 4 ways. Neurological communication, nervous system ഇങ്ങനെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. If there is a mind in the heart, നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ ഒരു സെമൻ കാണുകയുണ്ടായി, സെമന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ കാണാം ഒരു സെമൻ ഇങ്ങനെ പറന്നു പോകുന്ന കണ്ടപ്പോൾ ഡോക്ടർ അരവിന്ദ് പറഞ്ഞു, ദാ ഈവൻ ഒരുത്തനാണ് പോയി ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനായിട്ടുള്ള കഴിവുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിന്റെ വന്നിട്ടുള്ളത് ഒരൊറ്റ സെല്ലിൽ നിന്നാണെന്നറിയാം. ഓരോ സെല്ലിനും ഓരോ മൈൻഡ് ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഓരോ സെല്ലിനും ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാ സെൽസിനും ഇതുപോലെയുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഓരോ അവയവങ്ങളായിട്ട് മാറുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. സോ despite the presence of neurons in the heart, we can see that heart does not have a mind of its own. Our hearts are complex, vital organs, but the association between heart and mind is best left to metaphor, not real life. നമ്മൾ നോക്കി തീർന്നാൽ മനസ്സിനെ കുറിച്ചും സാധാരണ പറയുന്നത് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. എല്ലാത്തിനും പരസ്പരം കണക്ട് ചെയ്ത് ഒന്നിന്റെ പ്രവർത്തനം മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്, പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഇതിനെ നമ്മൾ ഒന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കണ്ടു തീർന്നാലും നമുക്ക് ഒരിക്കലും അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് കഴിയത്തില്ല. നമുക്കിനി ഇപ്പോൾ നോക്കാം, which is more powerful, mind or heart? കേറി വരുന്നില്ലല്ലോ, നോക്കട്ടെ ഒരു സെക്കൻഡ്. Which is more powerful, mind or heart? The heart is the most powerful generator of electromagnetic energy in the human body, producing the largest rhythmic electromagnetic field of any of the body's organs. The heart's electrical field is about 60 times greater in amplitude than the electric activity generated by the brain. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 60% ശക്തിയാണ് നമ്മൾ നോക്കിത്തീർന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ 60 ഇരട്ടിയാണ് നമ്മുടെ തലച്ചോറിന് ഉപയോഗിക്കുന്നതിനേക്കാളും 60 ഇരട്ടി ശക്തി എനർജിയാണ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഹാർട്ട് മസിലാണ് ഏറ്റവും ആദ്യം നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്നത്. ഒരു കുട്ടി ജനിച്ചു തീർന്നാൽ ആദ്യം രൂപം കൊള്ളുന്നത്, ഒരു കുട്ടിയുടെ ജന്മത്തോടു കൂടി രൂപം കൊള്ളുന്നത് ഹാർട്ട് മസിലാണ്. അപ്പൊ ഹാർട്ട് മസിൽ 60 ഇരട്ടിയോളം ബ്രെയിൻ ഉപയോഗിക്കുന്നതിനേക്കാളും എനർജി ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ കഴിയും. When your heart and mind are in conflict, when you have a heart conflict, try fostering a conversation between the wise brain and deep heart. നമ്മുടെ ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഹാർട്ട് എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ഇരിപ്പിടമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ ബുദ്ധി ചിന്തിക്കുന്ന വേദിയാണ്.
തലച്ചോറ്. ഓരോന്നിന്റെ യുക്തി ചിന്ത കൂടുതൽ വരുന്ന തലച്ചോറുമാണ് സ്നേഹചിന്ത. ഇത് ഈ സ്ത്രീ പുരുഷ ബന്ധം പോലെയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തോടു കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു തീരുമ്പോൾ പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. ബ്രെയിന് ഒരു കാര്യം പറയും, നമ്മളോട് പറയും ഇങ്ങനെ ചെയ്യണം, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പറയും. സ്ത്രീ പറയുന്നത് വേറെ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മളോട് സംസാരിക്കുന്ന ഭാഷ വ്യത്യാസമായിരിക്കും. ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു തീർന്നാൽ അവന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവർക്കും കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. എന്നിരുന്നാലും യു ക്യാൻ ഡു ദിസ് ബൈ വിഷ്വലൈസിങ് ഇറ്റ്, റൈറ്റിംഗ് or speaking a dialogue, even writing with both hands, using the dominant hand to write the mind's voice and your non-dominant hand to speak your heart. Let it flow. ഇതുപോലെ പലപ്പോഴും നമുക്ക് കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. ഓരോ കാര്യങ്ങളെ കുറിച്ച് കൺഫ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ കൺഫ്യൂഷൻ തരുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഖം നഷ്ടപ്പെടും. അത് ഹാർട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട് എത്രയോ പേരാണ് ഭർത്താവ് മരിച്ചു, കുറച്ച് കഴിഞ്ഞ ഉടൻ ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു. ഇന്ന് തന്നെ ഒരു ഭയങ്കര ഒരു ദുരന്തം ട്രിവാൻഡ്രത്ത് നടന്നു. നിങ്ങളൊക്കെ ഒരു പക്ഷേ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഒരു ടെക്നോ പാർക്കിലത്തെ ഒരു പയ്യന് അവൻ മറ്റേ ഇതിൽ ഒരു ഫോൺ വന്നു, നേരെ സൈഡിൽ മാറി നിന്ന് അവൻ ഫോൺ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബസ് റോഡിന്റെ സൈഡിൽ വന്ന് അവനെ ഇടിച്ച് തെറിപ്പിച്ച് അവന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക. 6 പേരുള്ള ഒരു കുടുംബത്തിൽ ഉള്ള ഒരു ദാരുണമായ സംഭവം. 6 പേരുള്ള കുടുംബത്തിൽ ആ പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ അത് നശിച്ച് ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ള ഒരു മരണം ആ കുടുംബത്തെ എന്തുമാത്രം ബാധിക്കുന്നുണ്ട്, എല്ലാവരുടെയും ഹൃദയം എന്തുമാത്രം വേവുന്നുണ്ട്. ചിലവർ അതോടുകൂടി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പല വ്യക്തികളും താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഹൃദയവേദന കൊണ്ട്. ഹൃദയവേദന എന്ന് പറഞ്ഞാൽ അത് സഹിക്കാനായിട്ട് പറ്റത്തില്ല. മൈൻഡ് അത്രയേറെ നമ്മുടെ ഹൃദയത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ നശിപ്പിച്ച് കളയാൻ, കൊന്നുകളയാൻ പോലും മനസ്സിന്റെ വ്യാപാരങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഹോമിയോപ്പതി ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യന്റെ മനസ്സ് ശക്തമാണെങ്കിൽ പലതിനെ നേരിടാനായിട്ട് കഴിയും. തളർന്ന മനസ്സുള്ളവനെ ഒരിക്കലും. അതുകൊണ്ട് ഹൃദ്രോഗത്തിന് മതിയായിട്ടുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ, പല ഹൃദ്രോഗങ്ങൾക്കും പ്രധാനപ്പെട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിന് വരുന്ന പ്രശ്നങ്ങളാണ്, മാനസിക പ്രശ്നങ്ങൾ. ഇവിടെയാണ് നമുക്ക് ഹോമിയോപ്പതിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഒരു പാർലമെന്റേറിയൻ ഇങ്ങനെ പറയുകയുണ്ടായി. വളരെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്, പാർലമെന്റിൽ പോയി അടിച്ച് തകർക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ നമുക്ക് കാണാം, പിന്നെ പാർലമെന്റിലോട്ട് പോകാൻ പേടിയായി, കൈ വിറയലായി. ആ സമയത്ത് ഒരു ഡോക്ടറെ കണ്ടു, ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു. ഹോമിയോ ഡോക്ടർ ജെൽസിമിയം കൊടുത്തവിടെ അദ്ദേഹം പിന്നെ പയർ പോലെ പോയി അവിടെ പോയി ടോക്ക് കൊടുത്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ കാണുക. നമുക്കിപ്പോൾ കയ്യിൽ ഒരു മുറിവുണ്ടായെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ നടന്നു പോയി, അത് പഴുത്തു. ഏതാനും ദിവസം കഴിഞ്ഞ് നടന്നപ്പോൾ പഴുത്തു തീർന്നതിന് ശേഷം ആരെങ്കിലും വന്ന് 2 ഇടി ഇടിച്ചു, അറിയാതെ 2 തട്ടി തീർന്നതിന് ശേഷം ഇത് പഴുപ്പ് ഉണങ്ങുന്നില്ല, പിന്നെയും ഇടിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പിന്നെ ആൾക്കാരിൽ നിന്ന് പയ്യെ ഒഴിഞ്ഞു മാറാനായിട്ട് തുടങ്ങുന്നു, കെയർഫുൾ ആവുന്ന സമയത്ത് പിന്നെയും നമ്മൾ കൂടുതൽ കെയർഫുൾ ആവുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നതിന് ശേഷം ആ മുറിവ് അങ്ങ് ഉണങ്ങി. എന്നാലും നമ്മുടെ മനസ്സിൽ അവിടെ ഒരു മുറിവ് കിടപ്പുണ്ട്. നമ്മൾ ആൾക്കാരെ കണ്ടിരുന്ന പയ്യ ഒതുങ്ങും, നമ്മുടെ മുറിവ് ഉണങ്ങി തീർന്നാലും ഒതുങ്ങും. അത് നമ്മുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പിന്നെ അത് കഴിഞ്ഞിരുന്നപ്പോൾ നമ്മൾ തന്നെ ഒരു പേടിയുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ഭയം തോന്നി, അയ്യോ മുറിവുണ്ടായി തീർന്നാൽ ഒരു ഭയം ഉണ്ടായല്ലോ. അത് പിന്നെ നമ്മുടെ ആത്മശക്തിയും നശിപ്പിച്ചായിട്ട് തുടങ്ങും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഹാർട്ട് കംപ്ലയിൻസുകൾ, നമ്മൾ പലപ്പോഴും മെന്റൽ കംപ്ലയിൻസ് മാറുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മെഡിസിൻസിന് ഉള്ളിലോട്ട് കടന്നു പോകാനും ഇങ്ങനെയുള്ള സിംറ്റംസുകൾ ശരീരത്തിൽ ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ആർണിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മുറിവുകൾക്ക്. എന്തുകൊണ്ട് ആർണിക്ക പ്രധാനപ്പെട്ട ഒരു മരുന്നാകുന്നു? ആർണിക്ക നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ഡ്രഗായിട്ട് ഉപയോഗിച്ചിരുന്നാൽ ശരീരമൊക്കെ മുറിഞ്ഞ വേദന ഉണ്ടാവും, മുറിവേറ്റ് തുടങ്ങും. ഈ രീതിയിലുള്ള സിംറ്റംസ് ആർണിക്ക പ്രൊഡ്യൂസ് ചെയ്യും. ബിലിസ്പെരനിസ് മറ്റൊരു സംഗതിയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് അഴുകിയതുപോലെ ഇടുങ്ങിയതുപോലെയുള്ള ശരീര സ്ഥിതിഗതികളുണ്ടാകും. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർണിക്കയും ബിലിസ്പെരനിസും ഒക്കെ കൊടുത്തു തീർന്നാൽ രോഗങ്ങൾ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇഗ്നേഷ്യ
ഇഗ്നേഷ്യയുടെ വളരെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന ഒരു മരുന്നാണ് ഇഗ്നേഷ്യ. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ നോക്കി തീർന്നാൽ ഒരു ലവ് അഫെയർ ആയിരിക്കാം, ഒരു വിവാഹ അല്ലെങ്കിൽ ഒരു പ്രേമ നൈരാശ്യമായിരിക്കാം. ചിലവർക്ക് പ്രേമ നൈരാശ്യമൊന്നുമില്ല, ഇങ്ങനെ കല്യാണം ചുമ്മാ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുക, 5ഉം 10ഉം ഒക്കെ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പ്രേമ നൈരാശ്യമൊന്നും ഉണ്ടാകത്തില്ല, കാരണം ഒന്ന് പോയി തീർന്നാൽ വേറൊന്ന്. അവർ അതിന്റെ പ്രാക്ടിക്കൽ മൈൻഡിൽ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നമൊന്നുമില്ല. ചിലവർക്ക് അങ്ങനെയല്ല, ഈ നമ്മൾ പറയാം അസ്ഥി പറ്റിയ പ്രേമം എന്ന് പറയില്ലേ, ചിലവർ ഈ അസ്ഥി പറ്റിയ പ്രേമം പിടിച്ചു തീർന്നാൽ, ഉപേക്ഷിച്ച് തീർന്നാൽ ഇവൻ എന്തായി മാറുന്നുണ്ട് നമ്മളിപ്പോ കാണുന്നുണ്ട്. പല യുവാക്കളും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സ്വഭാവം, അതായത് സെൽഫിഷ്നെസ് ഇന്ന് നമുക്ക് കൂടിയിരിക്കുകയാണ്. അവരെ കൊച്ചിലെ തന്നെ ചെറുതിലെ തന്നെ മക്കളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പിടിച്ചു പറ്റാനായിട്ട് മാതാപിതാക്കൾ പഠിപ്പിക്കും. ഇവൻ ഭയങ്കര സെൽഫിഷായിട്ട് മാറും, ഭയങ്കരമായിട്ട് സെൽഫിഷ് എന്ന് പറഞ്ഞിരുന്നാൽ സ്വാർത്ഥ മോഹിയായിട്ട് മാറും. അവനെല്ലാം നേടണം. അപ്പോൾ നേടണം എന്ന് പറഞ്ഞിരുന്നാൽ നേടുന്ന കിട്ടിയില്ല എന്ന് കണ്ടു തീർന്നാൽ അവൻ പിന്നെ അടുത്ത ചെയ്യുന്ന എന്താന്ന് വെച്ചിരുന്നാൽ അതിനെ നശിപ്പിക്കും. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്ന പോലുമില്ല. അവന്റെ ജീവിതം പിന്നെ എന്നേക്കുമായിട്ട് ജയിലിലേക്ക് പോകും എന്നുള്ളത് അവൻ മനസ്സിലാക്കാതെ അവൻ എത്ര പേരെയാണ് കൊല്ലുന്നത്, എത്ര പേര്. അത് പല പ്രായത്തിലുള്ളവരാണ്, ചെറുപ്പക്കാരും കുട്ടികളും ഒന്നുമല്ല. 50 വയസ്സായനോ 60 വയസ്സായനോ ഒക്കെയാണ് തീ കത്തിക്കുന്നതും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതും ഒക്കെ ചെയ്ത് സ്ത്രീകളെ കൊല്ലുന്നത്. ഈ പെണ്ണുങ്ങൾ ആദ്യം വിചാരിക്കും ഒരു ലൈനൊക്കെ അല്ലേ, ഒരു രസമല്ലേ എന്ന് പറഞ്ഞു പോകും. പക്ഷെ അവൻ കയറി സീരിയസ് ആവും. ഇതിലാണ് ഈ പറ്റുന്ന കുഴപ്പം. ഇതാണ് പെൺകുട്ടികൾ വളരെ സിമ്പിളായിട്ട് വിചാരിക്കുക ഇത് ഒരു നേരം പോക്ക്. പക്ഷെ ഇത് പുരുഷൻ കാണുന്നത് ചിലപ്പോൾ നേരം പോക്കായിട്ടല്ല കാണുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം വഞ്ചന, നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് വഞ്ചന, ഈ ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ അപമാനിക്കുക, ഇതൊന്നും ഒരിക്കലും പലർക്കും താങ്ങാൻ പറ്റത്തില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് മുറിയാനായിട്ട് ഇൻസൾട്ടിങ് മതി. നമുക്ക് അടി കൊടുക്കാം, ഇടി കൊടുക്കാം, ഇത് കൊടുക്കാം, അത് കഴിഞ്ഞ് തീർന്നാൽ നമുക്ക് സ്നേഹിക്കാം, പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റും. ഒരു മനുഷ്യനെ പക്ഷെ ഇൻസൾട്ട് ചെയ്ത് തീർന്നാൽ, അപമാനിച്ചു തീർന്നാൽ അത് എന്നേക്കുമായിട്ട് അവരുടെ ബന്ധം മുറിയും. ഈ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുക, നല്ലതായിട്ട് നല്ല ബന്ധങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹാർട്ട് ഏറ്റവും ശക്തിയായിട്ടിരിക്കുന്നത്. ഹാർട്ട് ശക്തമല്ലാതാവുന്നത് എത്രത്തോളം അവൻ ചുരുങ്ങുന്നുണ്ടോ അപ്പോഴവന്റെ ഹൃദയവും ചുരുങ്ങും, അവന്റെ രോഗങ്ങളും കൂടും. ഹൃദയത്തിന് ഏറ്റവും ഹൃദയവിശാലത വന്നു തീരുമ്പോൾ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങി തീർന്നാൽ എല്ലാ മനുഷ്യന്റെ ഹൃദ്രോഗം നല്ലൊരു ശതമാനം വരെ കുറയും. അതൊരു ഭയങ്കര ഇതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ വലിയ ഹാർട്ട് ഡിസീസ് എല്ലാം വന്നതായിട്ട്? അപൂർവമാണ്. അവര് ചീത്ത വിളിക്കും, അത് കഴിയുമ്പോൾ ഓരോരുത്തരെ കണ്ട സലാം പറയും, നമസ്കാരം പറയും, അടുത്ത ദിവസം അടുത്ത പ്ലാൻ വരും. 10, 98, 100 വയസ്സായാലും മൊറാർജി ദേശായി എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ പണ്ടുണ്ടായിരുന്നു, 100 വയസ്സ് കഴിഞ്ഞിട്ടാണ് പുള്ളി മരിച്ചത്. ഇപ്പൊ ഗൗരിയമ്മ കാണുന്നു, നമ്മൾ ഇപ്പൊ ഗൗരിയമ്മ എന്ന് പറയുന്ന നമ്മുടെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ലേഡി, വളരെ 102 വയസ്സിലാണ് അവർ മരിച്ചത്. അവര് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പോലീസുകാരെ ഒരു കാലത്ത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ, പോലീസുകാരുടെ ലാത്തികൾക്ക് ഗർഭം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ 1000കണക്കിന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത്രയേറെ അവരെ പീഡിപ്പിച്ച ഒരു സ്ത്രീയാണ്. എന്നിട്ട് അവർ 102 വയസ്സ് വരെ ജീവിച്ചില്ല. എങ്ങനെയാണ് ജീവിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഹാർട്ട് വളരെ സ്ട്രോങ് ആണ്. അവർക്ക് സ്നേഹിക്കാനായിട്ടുള്ള, മറ്റുള്ള ജനങ്ങളെ സ്നേഹിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നത് കൊണ്ടാണ് അത് കഴിഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് ഇതിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ദ മൈൻഡ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്? ഹാർട്ട് ഈസ് കൺസിഡർഡ് ദ സീറ്റ് ഓഫ് ലൈഫ് ഓർ സ്ട്രെങ്ത്. സ്ക്രിപ്റ്റേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹാർട്ടാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ശക്തിയും ജീവന്റെ ഏറ്റവും ജീവൻ തുടിക്കുന്ന ഭാഗം. ഹെൻസ് ഇറ്റ് മീൻസ് മൈൻഡ്, സോൾ, സ്പിരിറ്റ് ഓർ ഓൺസ് എൻറ്റയർ ഇമോഷണൽ നേച്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കണം. എങ്ങനെ? മനുഷ്യന്റെ മനസ്സ്, ആത്മാവ്, സ്പിരിറ്റ്, അവന്റെ ജീവിത സൗകര്യങ്ങൾ, അവന്റെ വികാരപരമായിട്ടുള്ള മീറ്റിങ്ങുകൾ, ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കല്, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓൾ ഓഫ് ദീസ് മെന്റൽ പ്രോസസ്സസ് ഇൻ ടുഡേയ്സ് വേൾഡ് ആർ നോർമലി അസോസിയേറ്റഡ് വിത്ത് ഓൺസ് മൈൻഡ് ഓർ ബ്രെയിൻ ആൻഡ് നോട്ട് ദ ഹാർട്ട്. ഇന്നുള്ള മുഖ്യമായിട്ടുള്ള പ്രശ്നം ഇതാണ്. മനുഷ്യനെല്ലാം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, സ്നേഹം കുറയുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഹൃദ്രോഗികളുടെ എണ്ണം കൂടുന്നത്. ഇനി അടുത്തത്, വാട്ട് കോസസ് ഫിയർ ഇൻ ദ ബ്രെയിൻ? എന്താണ് മനുഷ്യന്റെ തലച്ചോറിനകത്ത് ഭയം ഉണ്ടാക്കുന്നത്? ഞാനൊരിക്കൽ ഒരു BP നോക്കിയായിരുന്നു. ഒരു സ്ത്രീയുടെ, നല്ല ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ്, നല്ല കട്ടിങ് അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീ. BP നോക്കിയപ്പോൾ നോർമൽ 120/80. പിന്നെ ഞാൻ പിന്നെ രണ്ടാമത് ഒന്നുകൂടെ അടിച്ചപ്പോൾ കാണാൻ 140/80. പിന്നെ ഒന്നുകൂടെ അടിച്ചപ്പോൾ കാണാൻ 180/80.
ഒരു ഏകദേശം 1/2 മിനിറ്റിനകത്ത് 3 പ്രാവശ്യം അടിച്ചു തീർന്നപ്പോൾ ഇവരുടെ BP കയറി 180 അപ്പൊ ഈ രീതിയിൽ പല ഡോക്ടേഴ്സിനും പറ്റുന്ന ഒരു കുഴപ്പമാണ്. ഇത് കണ്ടിട്ട് പലപ്പോഴും അവർക്ക് BP-യുടെ മരുന്ന് കൊടുക്കും. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. BP-ക്ക് സാധാരണ നിലയിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് BP-യുടെ ഇതെല്ലാം കെട്ടിവെച്ചതിന് ശേഷം കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവർ സംസാരിച്ച് നല്ലൊരു മൂഡിലെത്തുന്ന സമയത്ത് ചടപട അടിച്ചു തീർന്നാൽ അവൻ്റെ കറക്റ്റ് BP കിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല. ചില വ്യക്തികൾക്ക് ഈ BP സെറ്റ് കാണുമ്പോഴേ BP കൂടും. അവന്റെ BP നോക്കിയിട്ട് നമ്മൾ മരുന്ന് നിശ്ചയിച്ചു തന്നാൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഫിയറിന് ഹാർട്ടിനെ എന്തുമാത്രം എഫക്ട് ചെയ്യുന്നുള്ളത് നോക്കുക. ഒരു കോഴി കൊത്തി തീർന്നാൽ അവന്റെ ജീവിതകാലം മൊത്തം കോഴിയെ കണ്ടിരുന്ന അവൻ ആ പരിസരത്ത് നിൽക്കത്തില്ല. അവൻ പട്ടിയുടെ അടുത്ത് പോകും, സിംഹത്തിന്റെ അടുത്ത് പോകും, പക്ഷെ കോഴിയെ കണ്ട അവൻ ഓടും. ഇത് കാണുന്നുണ്ട്. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫിയർ വളരെ പ്രധാനപ്പെട്ട. ഫിയർ സ്റ്റാർട്ട്സ് ഇൻ ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ കോൾഡ് ദ amygdala എന്ന് പറയുന്ന ഭാഗത്താണ് ഉള്ളത്. അക്കോർഡിംഗ് ടു സ്മിത്സോണിയൻ മാഗസിൻ, എ ത്രെറ്റ് സ്റ്റിമുലസ് സച്ച് ആസ് ദ സൈറ്റ് ഓഫ് എ predator triggers a fear response in the amygdala എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിയല്ലെങ്കിൽ തിരുത്തുക, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക. which activates areas involved in preparation for motor function involved in fight or ഫ്ലൈറ്റ്. നമുക്കറിയാം അഡ്രിനാലിന്റെ സംഗതി. അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിച്ചു തീർന്നാൽ മനുഷ്യൻ പറക്കും. പേടി വന്നു തീർന്നാൽ അങ്ങനെയാണ് വലിയ മതിലൊക്കെ എടുത്ത് ചാടി ഓടുന്നത്. നമ്മൾ 50 അടി മതിലൊക്കെ സുഖമായിട്ട് ചാടിപ്പോകും. പിന്നെ ചോദിച്ചിരുന്നാൽ പറയും അവൻ തന്നെ അന്തം വിട്ടുപോകും, ഇതെങ്ങനെ ചാടി എന്നുള്ളത്. ഈ രീതിയിൽ പറക്കുന്നത് ഈ ഏരിയയിലാണ് സാധാരണയായിട്ട് ഭയത്തിന്റെ വിത്തുകൾ ആദ്യം. ഭയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. Do emotions come from the heart or brain? We now know that this is not true. Emotions have as much as to do with the heart and body as they do with the brain. ഇത് കാരണമാണ് നമ്മൾ പലപ്പോഴും നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നത്. പറപറാ നെഞ്ചിടിക്കും. കാരണം നമ്മൾ നേരത്തെ കണ്ടു, ബ്രെയിനിൽ ഇതിന്റെ ആവേഗങ്ങൾ ഉണ്ടായിത്തീരുമ്പോൾ തന്നെ, ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിത്തീരുമ്പോൾ തന്നെ ഹൃദയം ഭയങ്കരമായിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങും. ഹൃദയത്തിന് സാധാരണ ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്, അതായത് സ്വന്തമായിട്ട് തന്നെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇതുപോലെ ഒരു സ്റ്റിമുലസ് വന്നു തീരുമ്പോൾ അത് പെട്ടെന്ന് ഇടിക്കാനായിട്ട് തുടങ്ങും. ഓഫ് ദ ബോഡിലി ഓർഗൻസ് ദ ഹാർട്ട് പ്ലേസ് എ particularly important role in our emotional experience. ഇതുപോലെയാണ് നമുക്ക് എന്തെങ്കിലും ഇമോഷൻസ്, വികാരപരമായിട്ടുള്ള മാറ്റം വന്നിരുമ്പോൾ ആദ്യം ബാധിക്കുന്നത് ഹാർട്ടിനെയാണ്. ദ എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇമോഷൻ റിസൾട്ട്സ് ഫ്രം ദ ബ്രെയിൻ, ഹാർട്ട് ആൻഡ് ബോഡി ആക്ടിങ് ഇൻ കൺസെർട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മസിലിലോട്ട് ഇത് പടരാനായിട്ട് തുടങ്ങും. എവിടെ നിന്നെങ്കിലും ഭയം തുടങ്ങി തീർന്നാൽ, ആദ്യം ബ്രെയിനിൽ നിന്ന് തുടങ്ങി തീർന്നാൽ അത് ഹാർട്ടിലോട്ട് വന്ന് ഹാർട്ടിൽ നിന്ന് നേരെ നമ്മുടെ മസിലിലോട്ട് കടന്നു. ഇനി അടുത്തത് ഒരു ചോദ്യമുണ്ട്. ഈസ് ദ ഹാർട്ട് ദ സബ് കോൺഷ്യസ് മൈൻഡ്? ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഈ സാറിന് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബോധ മനസ്സുണ്ട്, പിന്നെ ഒരു ഉപബോധ മനസ്സുണ്ട്, അതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു അബോധ മനസ്സുണ്ട്. 3 തരം മനസ്സാണുള്ള മനുഷ്യന്. സുബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. നമ്മളിപ്പോൾ സാധാരണ നിലയിൽ സുബോധ മനസ്സെന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുബോധ മനസ്സിലാണ്. പക്ഷെ നമുക്കൊരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയില്ല, ഉടൻ നമ്മൾ അത് ചോദിക്കുകയാണ്. അതിന്റെ ഉത്തരം എവിടെ നിന്ന് വരുന്നു? അത് വരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്കൊരു സോഷ്യൽ കോൺഷ്യസ്നെസ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. നമുക്കൊരു അബോധ മനസ്സുണ്ട്, അതും ഒരു മനസ്സാണ്. ഈ 3 രീതിയിലാണ് മനസ്സിനെ സാധാരണയായിട്ട് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 മനസ്സാണ് നമുക്ക് പലപ്പോഴും ആൻസർ തരുന്നത്. അതായത് നമ്മുടെ 2 തരമുണ്ട്. നമ്മുടെ തലയ്ക്കകത്ത് 2 ഹെമിസ്ഫിയർ ഉണ്ട്. ഒരു ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും. ഇടതുവശം എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻസ്. കലാകാരന്മാരുടെയൊക്കെ തലച്ചോറ് പലപ്പോഴും ഇടതുവശം വളരെ കൂടുതൽ വർക്ക് ചെയ്യും. ഭയങ്കര ബുദ്ധിജീവിയും പല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുന്ന വ്യക്തികളുടെ തലച്ചോറിന്റെ റൈറ്റ് സൈഡ് യുക്തിബോധം, ഭയങ്കരമായിട്ടുള്ള യുക്തിബോധം. ഇത് രണ്ടും സമ്യക്കായിട്ട് പോകണം. ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു തീർന്നാൽ ആണ് ചില വ്യക്തിക്ക് ഒന്നിനും തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുള്ള ചില വ്യക്തികൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയി അതിന് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, എല്ലാത്തിനും സംശയമായി. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും. അവനാണ് കൂടുതൽ സ്വസ്ഥത അനുഭവിക്കുന്നത്. ഇതിന്റെ ഒരു ഇക്വിലിബ്രിയം വേണം ഈ 2 മൈൻഡിന്റെയും
റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ഇന്റഗ്രേറ്റഡ് മൈൻഡ് എന്ന് പറയും. ഇന്റഗ്രേറ്റഡ് ബ്രെയിൻ കറക്റ്റ് ആയിരുന്നാൽ അത് ശരിക്കായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. ഇത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ എല്ലാം കറണ്ട് ആക്ഷൻ നടക്കുകയാണ്. If the pure heart, the pure heart connects. The pure heart connects with the subconscious mind in the mind-heart connections. We all live busy, lives always having too much to do. We don't enough time to connect our inner sense self or to our source. We hold within us a reservoir of wisdom and knowledge with most of the answers we seek. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വി ഹോൾഡ് വിത്തിൻ അസ് എ റിസർവോയർ ഓഫ്, നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ വിസ്ഡവും നോളജും, പിന്നെ നമുക്ക് തന്നെ ഉള്ളൊരു കഴിവുണ്ട്, അതായത് വിവേചനപരം എന്ന് പറയും. വിവേചിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവ്. ഇതെല്ലാം ഉള്ളത് ശരിയേതാണ് തെറ്റേതാണെന്നൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. ഈ കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും, ചില സമയത്ത് ഈ കോർഡിനേഷൻ നഷ്ടപ്പെട്ടു പോകും. തെറ്റേത് ശരിയേതെന്നുള്ള മനസ്സിലാക്കാനായിട്ടുള്ള കോർഡിനേഷൻ നഷ്ടപ്പെട്ടു പോകും. അന്നേരമാണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അവർക്ക് ഏത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല, പലപ്പോഴും തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കും. തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തു തീർന്നതിന് ശേഷം തെറ്റായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലോട്ട് കടന്നു പോകും. The main difference between heart and mind is that heart figuratively is believed to be related with emotional sentiments, while the mind is believed to, നമ്മൾ ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. How do you live in your heart and not your head? 3 ways to get out of your head and into your heart. Welcome your thoughts and emotions. Rather than shooing away mental chatter and accompanying feelings, allow them to sit with and practice sitting with them. Move your body, practice heart-centered awareness. ഒരു മനുഷ്യൻ ഹൃദയപരമായ രീതിയിൽ നീങ്ങാനായിട്ട് പഠിക്കണം. അത് വളരെ പ്രധാനമാണ്. അതിനാണ് നമ്മൾ ഈ ശാന്തതയും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്, യോഗ വളരെ ഹാർട്ടിന് വളരെ ശക്തമായ നല്ല ബലം കൊടുക്കുന്ന കാര്യമാണ് പത്മാസനം എന്ന് പറയും. പത്മാസനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. സ്വാമിമാരിരിക്കുന്ന പൊസിഷൻ പത്മാസനമല്ല, ഒരു കാല് ഒന്നിന്റെ മേളിൽ വെച്ച് ഇരിക്കുന്ന സാധാരണയായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. യോഗ പോസ്റ്റേഴ്സിൽ നിന്നിട്ട് നമ്മൾ നടുവ് ക്ലിയർ ആയിട്ട് നിവർത്തിയിരിക്കാൻ തുടങ്ങി തീർന്നാൽ, നമ്മുടെ നടുവ് കറക്റ്റായിട്ട് നിവർന്ന് എല്ലാം ഒരു ലൈനിൽ ഇങ്ങനെ വന്നു തീർന്നാൽ, കുറെ നേരം ശാന്തമായിട്ട് നമ്മൾ ഇരുന്ന് തീർന്നാൽ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാക്കാനായിട്ട് കഴിയും. പ്രാണായാമം എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു എക്സസൈസ് ആണ്. കാരണം എന്ന് വെച്ചാൽ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശ്വാസം നമ്മൾ ഇങ്ങനെ ചീറ്റുക, കുറച്ചു നേരം ചീറ്റുക, പിന്നെ നന്നായിട്ട് ശ്വാസം വലിച്ചെടുക്കുക. ഓക്സിജനേഷൻ നമ്മുടെ ശരീരത്തിലോട്ട് കൂടും. ഓക്സിജനേഷൻ കൂടുന്ന സമയത്ത് ഒരു മനുഷ്യന് നല്ല രീതിയിൽ അവൻ്റെ നല്ല കോൺസെൻട്രേഷൻ കിട്ടും, കാര്യങ്ങൾ വ്യക്തമായി കാണാനായിട്ട് കഴിയും. നമ്മളൊരു ഇതിലോട്ട് പോവുകയാണ്. നമുക്ക് ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഒരു സംഗതി ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഒരു വസ്തു, ഇത് ബ്രെയിനിൽ നിന്നാണ്. അത് ശരീരത്തിന്റെ പല ഭാഗത്തോട്ടും നമ്മൾ നോക്കുക. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നിടത്ത് പല ഭാഗത്തും അത് പല അളവിലാണ് ഇരിക്കുന്നത്. ഇതാണ് മനുഷ്യന് ശരിക്കും സന്തോഷം നൽകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമൈൻ. ഇത് കൂടി തീർന്നാൽ ഒരു മനുഷ്യൻ നല്ല ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ചോക്ലേറ്റ് കണ്ടു, പെട്ടെന്ന് ചോക്ലേറ്റ് കണ്ടിരുന്നപ്പോൾ കാണാം നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമൈൻ കൂടുതൽ ഉത്പാദിപ്പിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കണ്ടു, ഡോപ്പാമൈൻ ഉത്പാദിപ്പിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച കണ്ടു, ഡോപ്പാമൈൻ ഉത്പാദിപ്പിക്കും. ഈ ഡോപ്പാമൈൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഡിപ്രഷനായിട്ട് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ജെൽസീമിയം തന്നെ, ഇപ്പൊ അർജന്റം നൈട്രിക്കത്തിന് ഒരു സിംറ്റം ഉണ്ട്, അല്ലെ അക്കണൈറ്റിന് ഒരു സിംറ്റം ഉണ്ട്. ആൾക്കാരുടെ ഇടയിലോട്ട് പോകാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഭയമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു പേടിയുണ്ട് അവന്. ആ ഒരു അസ്വസ്ഥത ഉള്ള ഒരു വ്യക്തിക്ക് അക്കണൈറ്റ് കൊടുത്തിരുന്നാൽ അസ്വസ്ഥത മാറും. ആ അസ്വസ്ഥത മാറുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താന്ന് വെച്ചിരുന്നാൽ ഡോപ്പാമൈൻ്റെ അളവ് കൂടുകയാണ് നമ്മുടെ ശരീരത്തിൽ. ജെൽസീമിയം കൊടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഡോപ്പാമൈൻ അവന്റെ അളവ് കൂടുകയാണ്. അർജന്റൻ നൈട്രിക്കും കൊടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഡോപ്പാമൈൻ്റെ അളവ് കൂടുകയാണ്. ഈ ഇഗ്നേഷ്യ ഡോപ്പാമൈൻ കുറഞ്ഞ ഒരവസ്ഥയാണ്. നമ്മൾ കൊടുത്തു തീരുമ്പോൾ ഡോപ്പാമൈൻ കുറഞ്ഞ അവസ്ഥ മാറുന്നു.
ആ ശരീരത്തിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണ നിലയിൽ ഈ രീതിയിലുള്ള സിംറ്റംസ്, ഡോപ്പാമൈൻ്റെ പ്രവർത്തനം കുറയ്ക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് പലപ്പോഴും നമ്മുടെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അക്കണൈറ്റും ഹയർ പൊട്ടൻസീസ് ആയിട്ടുള്ള മെഡിസിൻസ്. ഡോപ്പാമൈൻ്റെ അളവ് കുറയ്ക്കും. നമ്മുടെ സാധാരണ നിലയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലോട്ട് ഇത് നമ്മൾ കൊടുത്തു തീർന്നാൽ നമ്മുടെ ഡോപ്പാമൈൻ്റെ അളവ് കുറയും. അവൻ വലിയ മൂടിയാവും, അവൻ ഭയങ്കര പേടിത്തൊണ്ടനാവും, അവന് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കാര്യത്തിലും ഭയവും വ്യഗ്രതയും എല്ലാ കാര്യത്തിലും ഇങ്ങനെയായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. ഈ അവസ്ഥ ഉണ്ടാക്കാനായിട്ട് നാനോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഹയർ നാനോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള നമ്മുടെ ഹോമിയോ മരുന്നുകൾ സാധാരണ നിലയിൽ ഹെൽത്തി കണ്ടീഷൻസിൽ ഉപയോഗിച്ച് തീർന്നാൽ ഉണ്ടാക്കാൻ കഴിയും. ഇത് മറ്റൊരു അലോപ്പതി മരുന്നിനും ചെയ്യാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വേണമെങ്കിൽ 2 ഗുളിക കൊടുക്കാം, 2 ഗുളിക കൊടുക്കുന്നിടത്ത് അതേ വസ്തു തന്നെ 4 ഗുളിക കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ പവറിലോട്ട് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ പവർ എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റില്ലേ, ഒണ്ണം ഏറ്റില്ലേ, 10 കൊടുത്തു നോക്കൂ, 10 കൊടുത്തിട്ട് ഏറ്റില്ല, 50 കൊടുത്തു നോക്കൂ, 50 കൊടുത്ത് ഏറ്റില്ല, നിങ്ങൾ CM കൊട്ടൻസി കൊടുക്കൂ, അപ്പോഴേറ്റു. പലപ്പോഴും ഇങ്ങനെയാണ് നമുക്ക് മാറ്റാനായിട്ട് കഴിയുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത്, ഡോപ്പാമൈൻ ക്രിയേറ്റ്സ് euphoria while adrenaline and noradrenaline are responsible for the pitter patter of the heart, restlessness and overall preoccupation that go along with experienced love. MRI scans indicate that love lights up the pleasure center of the brain. നമ്മൾ ഡോപ്പാമൈൻ്റെ എഫക്റ്റ് കാണിച്ചു, നേരെ എതിരാണ്. ഏതാണ്? അഡ്രിനാലിന് വയൽ നേരെ ചില കണ്ടീഷൻസ്, ചിലത് അഡ്രിനാലിൻ ഉത്പാദിപ്പിക്കും. അഡ്രിനാലിൻ എന്ന് പറഞ്ഞിരുന്നാൽ എപ്പിനെഫ്രൈന് നേരെ തിരിച്ചുള്ള എഫക്റ്റാണ്. കൂടുതൽ രക്തക്കൊഴലുകളെല്ലാം ചുരുക്കുന്ന ഒരു സ്വഭാവമാണ് എപ്പിനെഫ്രൈനുള്ളത്. അതേസമയം അഡ്രിനാലിനും ഡോപ്പാമൈനും ഒക്കെ ക്രിയേറ്റ്സ് ഫീലിങ്സ് ഓഫ് യൂഫോറിയ വയൽ സന്തോഷവും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. റെസ്റ്റ്ലെസ്നെസ്, ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കുന്നത് ഈ ഡോപ്പാമൈനാണ്. പിന്നെ അടുത്ത നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിൽ നമ്മളിപ്പോൾ ബ്രെയിൻ കണ്ടു, കണ്ടോ, ബ്രെയിനൊക്കെ പ്രകാശിക്കുന്നുണ്ടോ? ഡോപ്പാമൈൻ കൂടി തീരുമ്പോൾ പ്രകാശിക്കും, ഡോപ്പാമൈൻ കുറഞ്ഞു തീരുമ്പോൾ പ്രകാശം കുറയും. ജൽസിമിയം കൊടുത്തു തീരുമ്പോൾ ഇതെല്ലാം പ്രകാശിക്കാനായിട്ട് തുടങ്ങും, അണഞ്ഞിരിക്കുന്നതെല്ലാം കത്താനായിട്ട് തുടങ്ങും. ബൾബുകളെല്ലാം കത്തുന്ന പോലെ തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങളും കത്താൻ തുടങ്ങും. തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങളും കത്താൻ തുടങ്ങുമ്പോൾ തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലോട്ടും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും കത്താനായിട്ട് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത ഒരു വസ്തു, നമ്മൾ dopamine is a chemical found naturally in the human body, is a neurotransmitter, meaning it sends signals from the body to brain. Dopamine plays a part in the controlling the movements a person makes as well as their emotional responses. The right balance of dopamine is vital for both physical and mental well-being. നല്ല രീതിയിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡോപ്പാമൈൻ ഉൽപാദനം നമ്മുടെ ശരീരത്തിലോട്ട് ഉണ്ടാക്കണം. ഡോക്ടറെ, നമുക്ക് ഡോപ്പാമൈൻ നിർത്തിയാലോ? ശരി, ഓക്കെ, ഇനി തുടരാം അടുത്ത ദിവസങ്ങളിൽ. ഇനി അതെ, ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനത്തെ ചർച്ചയിലേക്ക് കടക്കാം. കാരണം ഒരുപാട് ടോപ്പിക് ആയാലും മിനിമം ഡോസ് സ്റ്റിമുലേറ്റ്സ്, മീഡിയം ഡോസ് പാരലൈസ്, മാക്സിമം ഡോസ് കിൽസ് എന്നാണ്. അപ്പൊ അത് ഡോസ് കൂടി കഴിഞ്ഞ പ്രശ്നമാണ്. നമ്മുടെ ബ്രെയിനിന് മാത്രമല്ല, ഒരു 45 മിനിറ്റ്സ് ആണ് നമ്മുടെ ബ്രെയിനിന്റെ എന്താ പറയാ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ടാണ് പണ്ട് സ്കൂളുകളിലൊക്കെ 45 മിനിറ്റ് ആണ് ഒരു പീരീഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്തായാലും ചർച്ചകളിലേക്ക് കടക്കാം. എന്തെങ്കിലും സംശയങ്ങളോ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളോ ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. ഹ്യൂബർ ഡോക്ടർ അത്രത്തോളം എഫർട്ടാണ് അത് എടുത്തിട്ട് നമുക്ക് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു സാമൂഹ്യ ബോധത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ദയവായി എല്ലാവരും എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡോക്ടർ ഹ്യൂബർ ഇതിനകത്ത് ഉന്നയിച്ചത്. ഇതിനകത്തുള്ളവരൊക്കെ തന്നെ ഏതാണ്ട് ഒരു മുതിർന്ന പ്രായത്തിലുള്ള ആൾക്കാരും കൂടെ ആയതിനോട് പറയുമ്പോൾ നന്നായിട്ട് ജീവിത അനുഭവങ്ങളോട് ചേരുമ്പോഴേ യഥാർത്ഥത്തിലുള്ള ഒരു വേദാന്തം പുറത്തേക്ക് വരികയുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേലക്കുമ്പള സാറിലേക്ക് പോകാം. സാറ് സംസാരിക്കുമോ? ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാം. താങ്ക് യു സാർ. ഏതായാലും പതിവ് പോലെ ഹ്യൂബർ സാറിന്റെ പ്രഭാഷണം വളരെയധികം ബേസിക്സും ഞാൻ സിമ്പിളായിട്ടും വളരെ നല്ലതുപോലെ സാധാരണക്കാർക്ക് മനസ്സിലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടേഴ്സിനും അല്ലാത്തവർക്കും വളരെയധികം സഹകാരമാണ്.
അതുപോലെ ഹോമിയോപ്പതിയുടെ സൂപ്പർ പവർ ഓവർ ദി അലോപ്പതിക് ആൻഡ് അതർ മെഡിസിൻസ് ആൾസോ ബീൻ പ്രൂവ്ഡ്. ഇത്രയും വളരെയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന കാര്യം തന്നെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ബ്രെയിനിനെ പറ്റിയും ഹാർട്ടിനെ പറ്റിയും മനസ്സിനെ പറ്റിയും സാറ് പറഞ്ഞു. അതെങ്ങും കേൾക്കാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടി പറഞ്ഞ് അദ്ദേഹത്തിന് വളരെയധികം കൃതജ്ഞത പറയുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സാറിന്റെ പ്രഭാഷണം ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാകും. കഥ തുടരും. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. നമ്മൾ ധനേഷ് ഡോക്ടറിന്റെ ഭാഷയെ പറഞ്ഞാലേ, ഹ്യൂബർട്ട് ഡോക്ടർ 2ാം ദിവസമോ 3ാം ദിവസമോ തകർത്ത് ബാറ്റ് ചെയ്യുകയാണ്. വളരെ വളരെ ഭാഗ്യമുള്ള ഇന്നിങ്സ് ആണ്. അപ്പൊ നല്ല നല്ല ഡ്രൈവുകളും നല്ല ഷോട്ടുകളും ഒക്കെയാണ്. എടുത്തു പറയാൻ വേണ്ടിയുള്ളത്, ഈ ഡോപ്പമൈനെ പറ്റി 2000-ലാണ് ഡോപ്പമൈനെ പറ്റി നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്, കണ്ടുപിടിച്ചത് ആ സമയത്താണ്. 2021 വർഷമായിട്ടും ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായി ഡോപ്പൈൻ അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പലരും ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നല്ലോ എന്ന് സങ്കടമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിനും ഈ കാര്യം അറിയാം എന്നുള്ളതും അതിനെപ്പറ്റി ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതും അത് മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതും വളരെ ഭംഗിയായിരുന്നു. ഒരു കാര്യം മാത്രം എനിക്കൊരു ചെറിയ എതിരഭിപ്രായമുണ്ട്. അത് വരണം. അതായത് നമ്മുടെ മെഡിസിൻ നാനോ പാർട്ടിക്കിൾ വെച്ച് ഡോക്ടർ സംസാരിച്ചു. നാനോ പാർട്ടിക്കിൾ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇമ്പോർട്ടൻസ് കണ്ടല്ലോ, മൂൺ ലൈറ്റ്, ലൂണാർ ലൈറ്റ്, അങ്ങനത്തുള്ള ഇതൊക്കെ ഉണ്ട്. ഇത്തരം മരുന്നുകൾക്ക് നാനോ പാർട്ടിക്കിൾസ് കാണാൻ പറ്റുമോ? പറ്റുമായിരിക്കും, പറ്റാതിരിക്കില്ല. അല്ലെങ്കിൽ എങ്ങനെയാ? കാരണം റേസ് വരുന്നപ്പോൾ എന്റെ ഒരു വിശദീകരണമാണ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അൾട്രാ വയലറ്റ് റേസ് വരുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ ഓരോന്ന് റേസ് വരുന്നുണ്ടല്ലോ. ആ റേസ് അതിലോട്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മൂവ്മെന്റ്, ഇപ്പോൾ നമ്മൾ തന്നെ സൂര്യപ്രകാശത്തിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് മങ്ങുന്നില്ലോ. അപ്പൊ അത് എനർജി ട്രാൻസ്ഫർ ആണ്. അതിൽ നാനോ പാർട്ടിക്കിൾസ് കിട്ടുമോ എന്നുള്ളത് വളരെ ബലമായ സംശയമാണ്. ഒന്ന് പരിശോധിച്ച് നോക്കാം. ആ രീതി നമ്മള് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഒരുപാട് പിന്നോട്ട് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം. അത് ഒരു പവർ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ പവർ ആ മെറ്റീരിയലിലോട്ട് വരും, ആ വെഹിക്കിളിലോട്ട് വരുന്നുണ്ട്. ആ പവറാണ്, ആ പവർ ആ വെഹിക്കിളിനെ മാറ്റാം. ആ പവറിന് വെഹിക്കിളിനെ മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞത് സൊല്യൂഷൻ ആയി തീരുമ്പോൾ ആ വെഹിക്കിൾ മൊത്തം മാറുകയാണ്, അല്ലാതെ ആ ഒരു വസ്തു മാത്രമല്ല, വെഹിക്കിളോടുകൂടിയാണ്. ഇപ്പൊ നമ്മൾ സൾഫർ എടുത്തിരുന്ന സൾഫറും വെഹിക്കിളും മാറുന്നത് പോലെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പൊട്ടലൈസ് ചെയ്യുന്നത്. അതുപോലെ ഇതിലോട്ട് കടന്നു വന്നിരുമ്പോൾ ആ മെറ്റീരിയൽ മാറുന്നുണ്ട്, സ്പിരിറ്റ് മാറുന്നു. ഞാൻ സമ്മതിച്ചു. അപ്പൊ നമ്മള് അറിഞ്ഞോളാത്ത കയറി പറയുമ്പോഴത്തേക്ക് അഞ്ഞനം എന്താ എനിക്കത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ആകരുത്. നമ്മള് നാനോ ഇതേപ്പറ്റി അതിനൊക്കെ നമ്മള് കുറച്ച് ഡോക്ടേഴ്സ് വലിയ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷേ നാനോ പാർട്ടിക്കിളാണ് ഹോമിയോപ്പതിയിൽ ഉണ്ടെന്ന് പറഞ്ഞാലേ. ഒരു കാര്യം പറയാം ഡോക്ടർ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിജ്ഞാനം 10ാം ക്ലാസ് ആയിരിക്കും എന്ന് പറഞ്ഞാണെങ്കിൽ ഓരോരുത്തരുടെ ലെവലിലേക്ക് പോകും തോറും മാറി ഉയർന്ന് ഇനി പോകാനുണ്ട്. അതുകൊണ്ടാണ് ബേസിക് ആയിട്ട് സംശയം എന്ന് വെച്ചാല് നാനോ പാർട്ടിക്കിൾ ആണ് ഹോമിയോപ്പതി ആക്ട് ചെയ്തതെങ്കിൽ നാനോ പോയിസണിങ് എന്ന സംഗതിയുണ്ട്. അതെ ഡോക്ടർ, അല്ല ഇനിയും സഞ്ചരിക്കാൻ ഡോക്ടർ, ഇനിയും കാലങ്ങളോളം വഴി തുറന്നിട്ടെന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് മുന്നോട്ട് സഞ്ചരിച്ചോ. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഡോക്ടർ ടെസി സെബാസ്റ്റ്യൻ സംസാരിക്കാമോ? ഡോക്ടർ ടെസി സെബാസ്റ്റ്യൻ അൺമ്യൂട്ട് സംസാരിക്കാമോ? ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമല്ലോ? സാറേ, റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരാളുടെ ലെഫ്റ്റ് ബ്രെയിൻ യുക്തിചിന്തയുടെയും റൈറ്റ് ബ്രെയിൻ ഇമോഷണൽ എബിലിറ്റിയുടെ ഇരിപ്പിടങ്ങളാണ്. തിരിച്ചാണ് സാർ പറഞ്ഞത്. സോറി, എനിക്ക് തിരുത്തിക്കോ. ശരി. ഓക്കെ ഡോക്ടറെ, എന്തായാലും ഡോക്ടർ ശ്രദ്ധിക്കുന്നത് അറിയാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞതും കൂടെ ആകാം.
അതെ 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 അതെ. വീണ വിഷ്ണു ഓക്കെ. ദേവരാ ഡോക്ടർ സംസാരിക്കാമോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം കേൾക്കാം. ഞാൻ ഇങ്ങനെ പറയല്ലേ, ടെസ്സി ഡോക്ടർ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞോളൂ ദേവൻ ഡോക്ടർ. ഡോക്ടർ എടുത്ത എഫേർട്ട് വളരെ നന്നായിട്ട് നല്ല എഫേർട്ടാണ്. അതിന് ആദ്യം അഭിനന്ദനങ്ങൾ. താങ്ക് യു താങ്ക് യു. ക്ലാസ് ഇടയ്ക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്തായാലും ആ എഫേർട്ട്, ഈ പ്രത്യേകിച്ച് ഡോപ്പാമിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ ഹോർമോണൽ നമ്മുടെ ശരിക്കും ഇമോഷണൽ പ്ലെയിനും മെന്റൽ പ്ലെയിനും തമ്മിലുള്ള ഒരു റിലേഷൻ, അതിന് ഫിസിക്കൽ പ്ലെയിനുമായിട്ടുള്ള ബന്ധം, ഇത് ഹോമിയോപ്പതിയാണ് ഏറ്റവും കൂടുതൽ അതിനെ കൈകാര്യം ചെയ്യുന്നത്. അത് ഹോമിയോപ്പതി ഡോക്ടർമാർ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇബ്രാഹിം വൈദ്യൻ ഡോക്ടർ പറഞ്ഞത് നാനോ പാർട്ടിക്കിളിന്റെ കാര്യത്തിൽ അത്രയൊക്കെ കടന്ന കൈയിലേക്ക് കടക്കണോ? ശാസ്ത്രത്തിന് നാനോ പാർട്ടിക്കിൾ എന്താണെന്നൊക്കെ ഡെഫിനിഷൻ ഉണ്ട്. ഹോമിയോപ്പതി മരുന്നിനകത്ത് നാനോ പാർട്ടിക്കിൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ആറ്റത്തിന്റെ വലുപ്പം പൈക്കോമീറ്റർ ആയിട്ടാണ് അളക്കണം. അപ്പൊ ഞാനത് കൂടുതൽ അതിനെപ്പറ്റി പറയാത്തതിന്റെ കാരണം, നമ്മൾക്കൊരു പരിമിതിയുണ്ട്. ഈ നമ്മുടെ മെഡിസിനിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയെ നമ്മൾ തുറന്ന് സമ്മതിക്കുക. അത് തുറന്നങ്ങ് സമ്മതിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അതിന് പകരം ഇല്ലാത്തത് ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ശാസ്ത്രത്തിലെ മറ്റേ വിഭാഗക്കാർ നമ്മളെ കളിയാക്കാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ അളവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ പൊരുത്തപ്പെടാതെ വരും. ഇപ്പൊ ഒരു സാധാരണ നമ്മളൊരു അവഗാഡ്രോസ് നമ്പർ ഉണ്ടല്ലോ, അവഗാഡ്രോസ് നമ്പർ വെച്ചിട്ട് നമ്മൾ മോളിക്യൂളിനെ 12C ശേഷം ഇല്ല എന്ന് പറഞ്ഞ കൃത്യം കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ആ കണക്കും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ആറ്റത്തിന്റെ അളവും ഒരു മോളിക്യൂളിന്റെ അളവും പിന്നെ ഈ നാനോ പാർട്ടിക്കിളും തമ്മിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, അത് ഞാൻ അത്രയും വിശദമായിട്ട് പറയാത്ത, നമ്മൾ എന്തിനാ നമ്മൾ മറ്റുള്ളവർക്ക് വടി കൊടുക്കണേന്ന് ഓർത്തിട്ട് പറയാത്തതാണ്. കാരണം നമ്മൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഞാനത് സംസാരിക്കും. കാരണം എന്ന് വെച്ചിരുന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് ഡ്രഗ് സബ്സ്റ്റൻസിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അത് 12ാമത്തേൽ ഉണ്ടാവുകയില്ലായിരിക്കും. പക്ഷെ ഓരോ പ്രാവശ്യം ഒരു സൊല്യൂഷൻ എടുത്ത് മറ്റൊരിതിലോട്ട് പോവുകയാണ്. അത് നമ്മൾ മൊത്തത്തിലാണ് കാണേണ്ടത്. വെഹിക്കിൾ എന്ന് പറഞ്ഞു തന്നാൽ വെഹിക്കിളും മറ്റതും കൂടെ ചേർന്നൊരു മിക്സ്ചറായിട്ട്, ആ മിക്സ്ചറിൽ നിന്നാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് പൊട്ടൻസിയിലോട്ട് പോകുന്നത്. അപ്പൊ വെഹിക്കിള് ഉൾപ്പെടണം. വെഹിക്കിൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുകയും മറ്റേ ഈ ഡ്രഗ് സബ്സ്റ്റൻസ് മാറി നിൽക്കുകയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അത് രണ്ടും ഒന്നായി മാറുന്നു. ഒന്നായി മാറി മൂന്നാമത്തെ വസ്തു ഉണ്ടാവുകയാണ്, മൂന്നാമത്തേത് 4ാമത്തെ വസ്തു ഉണ്ടാവുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. രണ്ടും മാറുകയാണ്. വെഹിക്കിളും മാറുകയാണ്. അതായത് 21:21 ആണ് മറ്റേ. അല്ല, അത് നോക്കണ്ട. ആ ഡ്രഗ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഡ്രഗ് അല്ല എഫക്ട് ചെയ്യുന്നത്, ആ നമ്മുടെ ആ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മൊത്തം മാറുകയാണ്. ഡ്രഗിനെ നമ്മൾ ഈ ഡ്രഗിലോട്ട് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഡോക്ടറെ, തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടാകുന്നില്ല നോക്കാം. നമുക്ക് തൽക്കാലം അവിടെ ഇനി അടുത്ത ഫിലോസഫി അല്ലേ, സയൻസ് ആണ്, ഫിലോസഫി അല്ല. തീർച്ചയായിട്ടും ഒരു കാര്യമുള്ളത് എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം ഉണ്ടോ, ഒരു അറിയപ്പെടുന്ന വ്യക്തിയും അറിയപ്പെടുന്ന വിഷയവും ദൃശ്യ വിസ്മയം എന്ന് നാരായണ ഗുരു പറയുന്ന സംഭവമാണ്. അതിനകത്ത് ഈ ദൃക്കിന്റെ കുഴപ്പമാണ് ദൃശ്യത്തിന്റെ കുഴപ്പമാണെന്ന് ആദ്യം ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതാണ്, ഇവിടെ ദൃശ്യത്തെ കുറ്റപ്പെടുത്തുന്നത്, ദൃക്കിനായാലും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൃക്കിന്റെ കുഴപ്പമാണ്, ദൃശ്യത്തിന്റെ അല്ലാതെ മനസ്സിലാക്കുക. ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഹാൻഡ് റൈസ് ചെയ്യാം. ധനേഷ് ഡോക്ടറെ സായിജി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന പോയെന്നാണ്. ഏതായാലും നമുക്കിനിയിപ്പോ സമയം നമ്മളുടെ 5 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ പറഞ്ഞാട്ടെ, ഈ മീറ്റർ എന്റെ വീട്ടിലെ മീറ്റർ ഒന്ന് പറയാൻ പറ്റത്തില്ലോ. നമ്മളൊരളവ് പറയുമ്പോൾ അതിനൊരു വേണം. സയൻസിന് കൃത്യമായ ഏകങ്ങൾ അതിനൊക്കെ കൃത്യ രൂപമുണ്ട്. അപ്പൊ നമ്മൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി നമ്മൾ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്. പരിമിതി മറികടക്കാൻ നമ്മൾ ഡോക്ടറെ പ്ലീസ്, അങ്ങനെ നമ്മുടെ പരിമിതി എങ്ങനെയാണ് ഡോക്ടർ? ആനയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ആനയുടെ കുഴപ്പമാണ് എന്റെ കുഴപ്പമാണ്. സായിജി ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ സായിജി, യെസ്. ഡോക്ടർ സായിജി, യെസ്. ഡോക്ടർ സായിജി സംസാരിക്കാമോ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഡോക്ടർ
സായിജിയെ ഡോക്ടർ സംസാരിച്ചോളൂ സാർ. അല്ല സാർ, അൺമ്യൂട്ട് ആവുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാന് അതൊന്നുമല്ല, ഞാൻ ഹ്യൂമൻ ഡോക്ടർക്ക് ഒരു ചെറിയ പിന്തുണയായിട്ട് വന്നതാണ്. അതിനകത്ത് ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഒരു പ്രശ്നം ഒഴിവാക്കിയാലേ ബാക്കി ഇദ്ദേഹം പറഞ്ഞ എനർജിയുടെ ഒരു ലെവലാണ്. എല്ലാ കാര്യങ്ങളും എനർജിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു ഹീരാദത്തൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രയോ വർഷം സൂര്യനെ മാത്രം ഉപാസിച്ചിട്ട് ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാതെ എത്രയോ കാലം ജീവിച്ചു എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രീയമായ ഒരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ഡോക്ടർ അടിസ്ഥാനമാക്കിയത് മൊത്തത്തിൽ ഊർജത്തെയാണ്, എനർജിയാണ്. അപ്പൊ എനർജി ഫോളോസ് തോട്ട് എന്നുള്ളതാണ് കൺസെപ്റ്റ്. എനർജി ഫോളോസ് എന്താണോ ആ ഒരു രീതിക്കാണ്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്താശകലം ഒരുപക്ഷെ ഹീരാദത്തൻ ഉണ്ടാക്കിയിരിക്കാം. അത് അദ്ദേഹത്തിന് രക്ഷിച്ചിരിക്കാം. അങ്ങനെ ഒരു ഇത് മാത്രം. അതിനെ ഞാൻ ഈ സയൻസുമായി ബന്ധപ്പെടുത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചതേ ഉള്ളൂ. മറ്റൊന്നുമില്ല. നാനോ സയൻസിനെ കുറിച്ചല്ല, അത് ഇറ്റ്സ് യെറ്റ് ടു ബി ഫൗണ്ട് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നേരത്തെ ഡോക്ടർ എബ്രഹാം വൈദ്യൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണല്ലോ. ഇപ്പൊ സൺറൈസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എക്സ്റേയിലോട്ട് നമ്മൾ ആ വെഹിക്കിളെ എക്സ്പോസ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഒരു എനർജി ട്രാൻസ്മിഷൻ നടക്കുകയാണ് ആ വെഹിക്കിളിലോട്ട് ഉണ്ടാകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ അത് അംഗീകരിക്കുന്നു. നമ്മുടെ ഹരിഹരൻ സാർ പറയാം. അതുകൊണ്ട് തന്നെ ഓട്ടോ താങ്ക്സ് കൂടെ ഇന്നിവിടെ ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. കാരണം സമയപരിമിതി കൊണ്ട് നമ്മൾ ഇനി very good. Whatever it may be, whether it is dopamine or whatever it may be, it is very clear that see, mind and body has got very good relation. Mind and body has got. But one thing I like to say is മലയാളത്തിൽ പറയാം. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഹാർട്ടിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇപ്പം ഡോക്ടർ എടുത്തത്. പക്ഷേ ഇത് ഹാർട്ടിന് മാത്രമല്ല ഡോക്ടറെ, ഈച്ച് ആൻഡ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഇതിന്റെ ഇഫക്റ്റ് വരുന്നുണ്ട്. അത് ഓരോരുത്തർക്കും പ്രത്യേകമാണ്. ചില ആൾക്കാരിൽ അത് ഹാർട്ടിലാണ് വരുന്നെങ്കിൽ ചില ആൾക്കാർക്ക് അത് കിഡ്നിയിലാണ്, ചില ആൾക്കാർക്ക് ലിവറിലാണ്, ചില ആൾക്കാർക്ക് വേറെ കണ്ണിനാണ്, ഇല്ലെങ്കിൽ ബ്രെയിനിലാണ്. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഡോക്ടർ പറയുന്നത് ഹാർട്ടിനെ പറ്റി ബന്ധിപ്പിച്ചാണ് ഈ പറഞ്ഞതല്ല. പക്ഷെ ഹാർട്ടിനെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗനെയും, വൈറ്റൽ ഓർഗനെയും ഈ ചിന്തകള്, ഈ ഫിയർ, ഈ സസ്പീഷ്യസ്, ഇതെല്ലാം എല്ലാ മെന്റൽ ഡിസോർഡറും ശരീരത്തിന്റെ ഏത് ഭാഗത്തെയും ആക്രമിക്കാം, ഏത് ഭാഗത്തിനും ദോഷം വരും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് നമ്മൾ മെന്റൽ മൈൻഡ് ആൻഡ് ഇമോഷൻസ് വെച്ച് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ കാര്യം അതാണ്. തീർച്ചയായും വളരെ നല്ല അഭിപ്രായമാണ്. അത് അംഗീകരിക്കുന്നു. നമുക്ക് ഇനി നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങായ ഓട്ടോ താങ്ക്സ് പറയാൻ സാർ. ഡോക്ടർ ഞാൻ ഒത്തിരി പ്രാവശ്യം ഡോക്ടറുടെ ഈ പ്രസന്റേഷൻ ശ്രദ്ധിക്കാറുണ്ട്. ഡോക്ടർ പറയുന്നെല്ലാം വളരെ മാത്രമല്ല, താങ്കളിൽ കാണുന്ന ഒരു പ്രത്യേകത ഞാൻ പറയാം. താങ്കളിൽ കാണുന്ന ഒരു പ്രത്യേകത, ആൾവേസ് യു ആർ ഗ്രേസ്ഫുൾ. എപ്പോഴും താങ്കൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. താങ്കളുടെ ഈ പ്രസന്റേഷൻസിനെല്ലാം ഞങ്ങള് IFEHന്റെ പേരിലും ഇവിടെ അതിനകത്ത് കേൾക്കുന്ന ആൾക്കാരുടെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഇതുപോലുള്ള പ്രസന്റേഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല, ഞാൻ ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബാധിക്കും ഡോക്ടർ. ഞാൻ കഴിഞ്ഞ തീർച്ചയായും ഡോക്ടർ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബാധിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയായിരിക്കും നമ്മുടെ ബ്രെയിൻ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോഴുണ്ടാവുന്നത് എന്ന ഒരു അഭിപ്രായത്തോടു കൂടി തന്നെ ഹിബർട്ട് ഡോക്ടർ ഇന്ന് നടത്തിയ ഈ ഗംഭീര പ്രകടനത്തിന് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിനം ഇവിടെ പര്യവസാനിക്കുകയാണ്. നാളെ നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ ചെങ്ങന്നൂരുള്ള ഡോക്ടർ ബിനി ബൈജു എത്തുന്നു. മലയാളം സെഷനിൽ നാളെ വ്യത്യസ്തമായ ഒരു വിഷയമായി നാളെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.